ക്രൈസിസ് മിനിസ്ട്രി നാം പിന്നെ അടിമത്തിൽ കൂടി വരുത് ക്രിസ്ത്യേശു നമ്മളെ ധാരാളമായി ഹെൽപ്പ് ചെയ്യട്ടെ. പുള്ളിങ് ഫോർ ബുധൻ യു ഹാൻ കാർഡൽ ലിബർട്ടി വർ എ ഗുഡ് വാർഫെയർ ഹോൾഡ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസേൺസ്. ഇന്ന് നമുക്ക് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ ബുധൻ യു ഹാൻ കാർഡൽ ലിബർട്ടി, അതായത് ഫെബ്രുവരി മാസം 8 തീയതി മുതലുള്ള ചില കാര്യങ്ങൾ നമുക്കെന്താണ് ഒന്ന് റെക്കോർഡിക്കലായിട്ട് ചിന്തിക്കാം. ഫോർ ബുധൻ യു ഹാൻ കാർഡൽ ലിബർട്ടി ഫെബ്രുവരി മാസം 8 തീയതി പിന്നെ 7:44 അതായത് ഏകദേശം ഒരു 10 മിനിറ്റ് എടുത്ത് വേണം. നിയർലി 10 മിനിറ്റ്സ് മർക്കോസിൻ്റെ സുവിശേഷം, നിയർലി 10-12 മിനിറ്റ്സ് മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം വായിക്കുവാൻ ഇടയിൽ തരുന്നു. പുള്ളിങ് ഡൗൺ സ്ട്രോങ് ഹോൾഡ്സ് ഫോർ ബുധൻ യു ഹാൻ കാർഡൽ ലിബർട്ടി വർ എ ഗുഡ് വാർഫെയർ ഹോൾഡ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസേൺസ്. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം വായിക്കുവാൻ ഇടയിൽ തീർന്നു. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം വായിക്കാൻ ഇടയിൽ തീർന്നു. 7:44 അത് കംപ്ലീറ്റ് ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നു. പിന്നീട് അതിനുശേഷം ശരിക്കും സ്പായിലെ ആ ഘോരമായ പീഡനം, അതിനോട് ഞാൻ ഇപ്പോഴും പ്രതിഷേധം അറിയിക്കുന്നു. മാത്രമല്ല ഈ രാജ്യത്തെ ഗുണ്ടകളെ കൊണ്ട് ദേശത്ത് മനുഷ്യൻ്റെ ജീവിതം, മനുഷ്യൻ്റെ ശരിക്കും സ്വസ്ഥമായ ജീവിതം, സ്വൈരവിഹാരത്തിന് തടസ്സമായി നിൽക്കുന്ന ഇങ്ങനെയുള്ള ഗുണ്ടാ പ്രവർത്തനങ്ങൾ, അതായത് ഗുണ്ടകൾ, മനസ്സിലായില്ലേ, പിശാചിൻ്റെ പിന്നെ ഏജൻറ്റുമാരായി പ്രവർത്തിക്കുന്ന ഈ ഗുണ്ടകളെ കൊണ്ട് മനുഷ്യൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിനും അതുപോലെ തന്നെ സമൂഹ സ്വാതന്ത്ര്യത്തിനും ഒരു ബിസിനസ് നടത്താൻ തടസ്സമായി നിൽക്കുന്ന ഇങ്ങനെയുള്ള ഗുണ്ടകളെ തീർച്ചയായിട്ടും അമർച്ച ചെയ്യുക തന്നെ വേണം. അതിന് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നെഗ്ലിജൻസ് അല്ലെങ്കിൽ ഒരു ക്രൂവൽറ്റി പോലെ എടുക്കാം. നാട്ടിലെ സഹോദരിമാരെ പെങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കാണണം. മൂത്ത ആളുകളെ അല്ലെങ്കിൽ മൂത്ത സ്ത്രീകളെ അമ്മമാരായിട്ട് കാണണം. അതിന് വിരുദ്ധമായിട്ടുള്ള ഈ പ്രവർത്തനങ്ങളെ തീർച്ചയായിട്ടും നമ്മൾ പ്രതിഷേധിക്കണം, അതിനെ എതിർക്കണം. അതിനോടുള്ള എൻ്റെ പ്രതിഷേധം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. ഇങ്ങനെയുള്ള പീഡനം, അതിനുശേഷമുള്ള റേപ്പ്, ഗുണ്ടായിസം, അതിനെതിരെയുള്ള എൻ്റെ പ്രതിഷേധം, ദാറ്റ് ഈസ് അഗെയിൻസ്റ്റ് ഗുണ്ടായിസം ആൻഡ് റേപ്പിസം. ഐ ആം നൗ ഹിയർ ബൈ ഒപ്പോസിങ് ദീസ് കൈൻഡ്സ് ഓഫ് ഈവിൾ ആക്ഷൻസ് കൺസേണിങ് ദാറ്റ് മീൻസ് ദാറ്റ് ഗുണ്ടായിസം, റേപ്പിസം എക്സെട്ര. പിന്നീട് ഞാൻ തലേ ദിവസം ചെയ്തതായിട്ടുള്ള ഒരു വീഡിയോ, അതായത് 8 ഫെബ്രുവരിയാണിത്, ശനിയാഴ്ച ചെയ്തതായിട്ടുള്ള ഒരു ഹീലിംഗിനെ കുറിച്ചുള്ള വീഡിയോ. മോളി ചേച്ചി ലൈക്ക് അടിച്ചിരിക്കുന്നത് കണ്ടു, 8:27 കണ്ടു. എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുണ്ടാങ്കടവ് പാലത്തിന് ഇക്കരെയുള്ള, അതായത് നമ്മുടെ പേയാടേക്ക് പോകുന്ന വഴിക്കുള്ള ആ 2 കുണ്ടാങ്കടവുണ്ട്. വലിയവളയും നോക്കുകയാണെങ്കിൽ വലിയവളയോട് ചേർന്ന് നിൽക്കുന്ന കുണ്ടാങ്കടവും, പാലം കടന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ പേയാട് പള്ളിമുക്കിനോട് ചേർന്ന് നിൽക്കുന്ന കുണ്ടാങ്കടവും. ആദ്യത്തിന് എന്ന് രണ്ടാമത്തെ ബി എന്ന് നമുക്ക് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെന്താണ് ശരിക്കും പറഞ്ഞാൽ കുണ്ടാങ്കടവ് ബിയിലേക്ക് വരുവാൻ അക്കൗണ്ട് ഇടയിൽ തരുന്നു. ഒരു എന്താ വെച്ചാണെങ്കിൽ ഒരു 56 പുഷപ്പ് ചെയ്യാൻ അക്കൗണ്ട് ഇടയിൽ തരുന്നു. GRC മിനിസ്ട്രി ഉണ്ടെന്നുള്ള അർത്ഥത്തിൽ പെട്ടെന്ന് തന്നെ വലിയോൾ ഹോമിലേക്ക് മടങ്ങി വരുവാൻ അക്കൗണ്ട് ഇടയിൽ തരുന്നു. വന്നിട്ട് ചായ കുടിക്കുന്നു 8:53. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുന്നു, GRCയിലേക്ക് കിടക്കുന്നു. ഗ്രേസ്, അതായത് ഗ്രേസ് റവല്യൂഷൻ ചർച്ച്, അതായത് ജോസഫ് പ്രിൻസ് പാസ്റ്റർ മിനിസ്ട്രി, ഗ്രേസ് റവല്യൂഷൻ ചർച്ചിലേക്ക് കിടക്കുന്നു. അപ്പോൾ അത് ഒരു 9:01 സ്റ്റാർട്ട് ചെയ്യുന്നു. ഏകദേശം 11:06 വരെ അതിൽ കണ്ടിന്യൂ ചെയ്യുന്നു. ഈ ദിവസത്തെ മിനിസ്ട്രി ജോസഫ് പ്രിൻസ് പാസ്റ്ററാണ് ലീഡ് ചെയ്തത്. ജോസഫ് പ്രിൻസ് പാസ്റ്ററാണ് മെസ്സേജ് കൊടുത്തത്, വേർഡ് ഓഫ് ഗോഡ് മെസ്സേജ് കൊടുത്തത്. പുള്ളിങ് ഡൗൺ സ്ട്രോൾസ് അത് സ്ക്രീനിൽ കാണുന്ന പ്രകാരമാണ്. ഫോർ ബുധൻ യു ഹാൻ കാർഡൽ ലിബർട്ടി നാം എന്നെ അടിമത്തിൽ കൂടി പോരുത് വർ എ ഗുഡ് വാർഫെയർ ഹോൾഡ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസേൺസ്. പുള്ളിങ് ഡൗൺ സ്ട്രോൾസ് പ്രേക്ഷകർ കാണുക. നാം എന്നെ അടിമത്തിൽ കൂടി പോരുത് പുള്ളിങ് ഡൗൺ സ്ട്രോൾസ് വർ എ ഗുഡ് വാർഫെയർ ഹോൾഡ് ഫെയ്ത്ത് ആൻഡ് ഗുഡ് കൺസേൺസ് as we please you and be not entangled again in the yoke of bondage. ആദ്യം കുറച്ച് ഗാനങ്ങളാണ് പാടിയത്. അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞ ഹോളി കമ്മ്യൂണിയൻ മിനിസ്ട്രിയൊക്കെ ആവുന്നത്. നാം എന്നെ അടിമത്തിൽ കൂടിയും പോരുത്. ഫോർ എക്സാമ്പിൾ ഐ വിൽ ഫോർ ഓവർ സിംഗ് യുവർ പ്രൈസ് എന്നൊക്കെ പറയുന്നു. യു ആർ വർത്തി ടു ബി പ്രൈസ്ഡ്, സോ വണ്ടർഫുൾ മൈ കിങ് ഓഫ് ഗ്ലോറി എന്ന് പറയുന്നു. ഹോളി ഈസ് യുവർ നെയിം, മൈറ്റി ഗോഡ്, യു ഹാവ് സേവ്ഡ് മീ എന്ന് വായിക്കുന്നു. വർത്തി ടു ബി പ്രൈസ്ഡ് എന്നുള്ള ഇതിൽ നിന്നാണ്. സേവിയർ, മൈ ലോഡ്, സേവിയർ, ഹോളി ഈസ് യുവർ നെയിം, മൈറ്റി ഗോഡ്, യു ഹാവ് സേവ്ഡ് മീ, യു ആർ വർത്തി ടു ബി പ്രൈസ്ഡ്, സോ വണ്ടർഫുൾ മൈ കിങ് ഓഫ് ഗ്ലോറി എന്ന് വായിക്കുന്നു. ഹോളി ഈസ് യുവർ നെയിം, മൈറ്റി ഗോഡ്, യു ഹാവ് സേവ്ഡ് മീ, ഐ ഗീവ് യു പ്രൈസ് ഫോർ യു ആർ മൈ റൈറ്റസ്നെസ്, I give you praise for you are my righteousness. I give you praise for you are my righteousness. I worship you, O Prince of Peace. That is what I long to do.
ഐ വർഷിപ്പ് യു ആൾമൈറ്റി ഗോഡ്, ദർ ഈസ് നൺ ലൈക്ക് യു. ഐ വർഷിപ്പ് യു ഓ പ്രിൻസ് ഓഫ് പീസ്, ദാറ്റ് ഈസ് വാട്ട് ഐ ലോങ് ടു ഡു. ദർ ഈസ് നൺ ലൈക്ക് യു. അങ്ങനെ കാണുന്നു. പിന്നീട് പാസ്റ്റർ ലോറൻസ്, വി ഇൻവൈറ്റ് ബിലീവേഴ്സ് ടു പാർട്ടേക്ക് ഓഫ് ദി ഹോളി കമ്മ്യൂണിയൻ വിത്ത് അസ് എന്ന് പറയുന്നു. പിന്നീട് അതിനുശേഷം ഹോളി കമ്മ്യൂൺ വേസ്റ്റ് ഗീവ് എന്ന് പറയുന്നു. പിന്നെ മണി ഗിവിങ്, അതിനു വേണ്ടിയുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. തുടർന്ന് ഷീ ഹൂയി മുന്നോട്ട് വന്നിട്ട് ഷീ കെയിം ഫോർവേഡ് ആൻഡ് ഗീവ് സം ഇൻസ്ട്രക്ഷൻസ്, മെസ്സേജസ് വിത്ത് ലവ്. ദാറ്റ് മീൻസ് ഷോർട്ട് എന്താണ് ഇൻഫർമേഷൻസ് വിത്ത് ലവ്. ചൈനീസ് ന്യൂ ഇയർ ഉണ്ടെന്ന് പറയുന്നു. മണ്ടാരിൻ സർവീസ് ഉണ്ടെന്ന് പറയുന്നു. സൺഡേ 22 ഫെബ്രുവരി 2026 പറയുന്നു. പിന്നീട് എ ഗിഫ്റ്റ് ഫോർ യു എന്ന് പറയുന്നു. പ്ലേ ദിസ് വീഡിയോ ആൻഡ് എൻജോയ് യുവർ ലോ ഹൈ ടുഗദർ വിത്ത് അസ് എന്ന് പറയുന്നു. ncc.org.sg/lohai എന്ന് കാണിക്കുന്നു. LOHEI. അമാൻഡ, ബിഗെയിൽ എന്ന് പറയുന്ന രണ്ടുപേരും അവിടെ ഇരിക്കുന്നു. നാമിനെ അടിമത്തിൽ കുടിപ്പോരുത്. വെരി കളർഫുൾ ആൻഡ് വെരി ഇൻട്രസ്റ്റിംഗ്. അവർ സംസാരിക്കുന്നു. നാമിനെ അടിമത്തിൽ കുടിപ്പോരുത്. പാസ്റ്റർ ഗബ്രിയൽ അദ്ദേഹം മുന്നോട്ട് വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഫോർ ബദനി ഹാൻ കാണ്ടർ ലിബർട്ടി, ചില കാര്യങ്ങൾ, അതായത് ഡെലിവറൻസ് കിട്ടിയ ചില ആളുകളുടെ ഇമെയിൽ മെസ്സേജ് ആയിരിക്കണം അദ്ദേഹം എന്ത് ചെയ്തു അവിടെ ഷെയർ ചെയ്യാൻ തക്കൊണ്ട് ഇടയിൽ തരുന്നു. ക്രൈസ്റ്റ് ജീസസിനെ ഫോളോ ചെയ്തുകൊണ്ട് അവർക്ക് ലഭിച്ചതായിട്ടുള്ള വിടുതൽ എന്താണെന്നുള്ളത് എന്ത് ചെയ്യുന്നു? പാസ്റ്റർ ഗബ്രിയൽ സംസാരിക്കുന്നു. ഫോർ ബദനി ഹാൻ കാണ്ടർ ലിബർട്ടി. പിന്നീട് എന്ത് ചെയ്യുന്നു? പാസ്റ്റർ ജോസഫ് പ്രിൻസ് മുന്നോട്ട് വരുന്നു. ഐ വിൽ ലിങ്ങർ, ഐ വിൽ സ്റ്റേ ഇൻ യുവർ പ്രസൻസ് ഡേ ബൈ ഡേ എന്ന് ഒരു പാട്ട്. ടിൽ യുവർ ലൈക്ക്നെസ് ബി സീൻ ഇൻ മീ, there is peace, I will linger, I will stay in your presence day by day. അത് കഴിഞ്ഞിട്ട് ഇതിനിടയ്ക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ദോശയും ചമ്മന്തിയും അതുപോലെ ഒരല്പ ചൂടുള്ള വെള്ളമാണ് കഴിച്ചത്. ഐ കാസ്റ്റ് മൈ കെയർസ് അപ്പോൺ യു, ഐ ലേ ആൾ ഓഫ് മൈ ബർഡൻസ് ഡൗൺ അറ്റ് യുവർ ഫീറ്റ്, ആൻഡ് എനി ടൈം ഐ ഡോണ്ട് നോ പുള്ളിങ് ഡൗൺ സ്റ്റോൺസ്. നാമിൻ്റെ അടിമത്തിൽ കൂടി പോരുത്. വാട്ട് ടു ഡു, ഐ വിൽ കാസ്റ്റ് ആൾ മൈ കെയർസ് അപ്പോൺ യു, I cast all my cares upon you, I lay all of my burdens down at your feet, and anytime I don't know what to do, I will cast all my cares upon you എന്ന് പറയുന്നു. പിന്നീട് അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഫോർ ബദനി ഹാൻ കാണ്ടർ ലിബർട്ടി, അദ്ദേഹം ഹീലിംഗ് മിനിസ്ട്രിയിലേക്ക് കിടക്കുന്നു. പല ആളുകളെയും ഹീല് ചെയ്യുവാൻ തക്കണം ക്രിസ്ത്യൻസ് അദ്ദേഹത്തെ ഉപയോഗിക്കുന്നു. തുടർന്ന് ഹീലിംഗ് ലഭിച്ചവരുടെ സാക്ഷ്യം അവിടെ ആ മിനിസ്ട്രിയിൽ പങ്കുവയ്ക്കുന്നു. ഫോർ ബദനി ഹാൻ കാണ്ടർ ലിബർട്ടി. പിന്നീട് അദ്ദേഹം വേർഡ് ഓഫ് ഗോഡ് മിനിസ്ട്രീസിലേക്ക് കടക്കുന്നു. പുള്ളിങ് ഡൗൺ സ്റ്റോൺ ഹോൾസ്. വേർഡ് ഓഫ് ഗോഡ് മിനിസ്ട്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റോമർ 5:17. ഫോർ ഇഫ് ബൈ ദ വൺ മാൻസ് ഒഫൻസ് ഡെത്ത് reigned through the one, much more those who receive abundance of grace and of the gift of righteousness will reign in life through the one Jesus Christ. തുടർന്ന് അദ്ദേഹം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഫോർ ബദനി ഹാൻ കാണ്ടർ ലിബർട്ടി. എന്നിട്ട് പൗൾ ടോണിയർ, സൈക്കോതെറാപ്പിസ്റ്റ്, ന്യൂമറസ് ഇൽനസസ് ബോത്ത് ഫിസിക്കൽ ആൻഡ് നെർവസ് ആൻഡ് ഈവൻ ആക്സിഡൻസ് ഓർ ഫ്രസ്ട്രേഷൻസ് ഇൻ സോഷ്യൽ ഓർ പ്രൊഫഷണൽ ലൈഫ് ആർ റിവീൽഡ് ബൈ സൈക്കോ അനാലിസിസ് ടു ബി അറ്റംപ്റ്റ്സ് ദി എക്സ്പിയേഷൻ ഓഫ് ഗിൽറ്റ് വിച്ച് ഈസ് ഹോളി unconscious. It is a form of punishment which the sufferer administers to himself, and it goes on repeating itself indefinitely with a kind of inexorable fatality എന്ന് പറയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഗിൽറ്റി കോൺഷ്യസ്നെസ്സും അതുപോലെ ഡിപ്രഷനെയൊക്കെ ഒഴിവാക്കാൻ തക്കണം ക്രിസ്ത്യൻ നമുക്ക് വേണ്ടി ക്രൂസിൽ മരിച്ച് ഉയർത്തെഴുന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ അടിമത്തം സ്വീകരിക്കേണ്ട കാര്യമില്ല, അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ല. ആ അടിമത്തത്തെ ഫോളോ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. പിന്നീട് ഒരു ചെടി, ആ ചെടിയുടെ റൂട്ട് ഫിയറും സ്ട്രെസ്സും കണ്ടമിനേഷനും ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സിക്നസ്, ഡിസ്ട്രക്റ്റീവ് ഹാബിറ്റ്സ്, ഫിനാൻഷ്യൽ ലാക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതിനെ ഒഴിവാക്കാനായിട്ട് കർത്താവ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറി ക്രൂസിൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അടിമത്തത്തെ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. തുടർന്ന് അദ്ദേഹം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പൗൾ ടോർണിയർ, സൈക്കോതെറാപ്പിസ്റ്റിൻ്റെ ആ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതായിട്ടുള്ള ആ ഡിക്ലറേഷൻ ഫൈൻഡിങ്സിന് അദ്ദേഹം ഒന്നുകൂടെ ഊന്നി പറയുന്നു. റോമർ 5:17 ഒന്നുകൂടെ പറയുന്നു. ഫോർ ഇഫ് ബൈ വൺ മാൻസ് ഒഫൻസ് ഡെത്ത് reigned through the one, much more those who receive abundance of grace and of the gift of righteousness will reign in life through the one Jesus Christ എന്ന് പറയുന്നു. ഫോർ ബദനി ഹാൻ കാണ്ടർ ലിബർട്ടി. അത് തന്നെ അദ്ദേഹം വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നു. റോമൻസ് 5:20. moreover the law endured that offense might abound, but where sin abounded grace abounded much more എന്ന് പറയുന്നു. ഫോർ ബദനി ഹാൻ കാണ്ടർ ലിബർട്ടി. അദ്ദേഹം അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുന്നു? റോമർക്ക് 5:20 ESC പറയുന്നു. നൗ ദ law came in to increase the trespass, but where sin increased grace abounded all the more എന്ന് വായിക്കുന്നു.
അതിനോടൊപ്പം തന്നെ അവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല, നീതിമാൻ എന്നേക്ക് ഓർമ്മയിലിരിക്കും, ദുർവർത്താനത്തെ അവൻ ഭയപ്പെടുകയില്ല. അവൻ്റെ ഹൃദയം യഹോവയിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കും. സങ്കീർത്തനങ്ങൾ 112:6-7 വരെ. പോയിന്റർ ടു എറ്റേണിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന അതിൻ്റെ തൊട്ട് താഴെ വരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോമൻസ് 5:17 ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. Luke 7:36. Then one of the Pharisees asked him to eat with him, and he went to the Pharisee's house and sat down to eat. And behold, a woman in the city who was a sinner, when she knew that Jesus sat at the table in the Pharisee's house, brought an alabaster flask of fragrant oil, and stood at his feet behind him weeping. And she began to wash his feet with her tears, and wiped them with the hair of her head. And she kissed his feet and anointed them with the fragrant oil. Now when the Pharisees who had invited him saw this, he spoke to himself, saying, This man, if he were a prophet, would know who and what manner of woman this is who is touching him, for she is a sinner. And Jesus answered and said to him, Simon, I have something to say to you. So he said, Teacher, say it. There was a certain creditor who had 2 debtors. One owed 500 denarii and the other 50. And when they had nothing with which to repay, he freely forgave them both. Tell me, therefore, which of them will love him more? Love him more. Simon answered and said, I suppose the one whom he forgave more. And he said to him, You have rightly judged. Then he turned to the woman and said to Simon, Do you see this woman? I entered your house. You gave me no water for my feet, but she has washed my feet with her tears and wiped them with the hair of her head. Now 45-47. You gave me no kiss, but this woman has not ceased to kiss my feet since the time I came in. You did not anoint my head with oil, but this woman has anointed my feet with fragrant oil. Therefore I say to you, her sins, which are many, are forgiven, for she loved much. But to whom little is forgiven, the same loves little. Then he said to her, Your sins are forgiven. And those who sat at the table with him began to say to themselves, Who is this who even forgives sins? Then he said to the woman, Your faith has saved you. നാമിനെ അടിമത്തിൽ കൂടി വരുത്. Go in peace. Now Luke 5:20-22. When he saw their faith, he said to him, Man, your sins are forgiven you. Pulling down strongholds, നാമിനെ അടിമത്തിൽ കൂടി വരുത്. And the scribes and Pharisees began to reason, saying, Who is this who speaks blasphemies? Who can forgive sins but God alone? But when Jesus perceived their thoughts, he answered and said to them, Why are you reasoning in your hearts? Which is easier to say, Your sins are forgiven you, or to say, Rise up and walk? But that you may know that the Son of Man has power on earth to forgive sins. He said to the man who was paralyzed, I say to you, arise, take up your bed and go to your home. Immediately he rose up before them, took up what he had been lying on, and departed to his own house, glorifying God. നാമിനെ അടിമത്തിൽ കുടിപ്പരുത്. അതായത് ക്രൈസിസസിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാപങ്ങൾ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ എന്നേക്കുമായി ക്ഷമിക്കപ്പെടുമെന്നുള്ള അർത്ഥത്തിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നു, തിരുവചനങ്ങളിൽ കൂടെ സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി ഓർത്ത് ക്രൈസിസ് മിനിസ്ട്രി ആൻഡ് ബി നോട്ട് എൻഡിങ് ലൈക്ക് ഇൻ ജോക്കബ് ആസ്ഫ്രി പീസ്യു. നമുക്കെന്താണ് പുള്ളിങ് ടണസ്റ്റോൾസ് ആസ്ഫ്രി പീസ്യു. ഭയപ്പെടാതിരിക്കുക. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? കാണാൻ കഴിയുന്നു. അതായത് നമ്മുടെ പാസ്റ്റ്, പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ എല്ലാ സിൻസും ക്രൈസിസിൻ്റെ ക്രൂശുമരണത്തിൽ കൂടെ ഉയർത്തെഴുന്നേൽപ്പിൽ കൂടെ ഫോർഗിവൺ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, തിരുവചനത്തിൽ കൂടെ കാണാൻ കഴിയുന്നു. അതിന് വിരോധമായിട്ട് സാത്താനൊന്നും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ദുർമനസാക്ഷിക്ക് അവിടെ യാതൊരു സ്ഥാനവുമില്ല. തുടർന്ന് ചില ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പ് പിന്നെ ജോസഫ് പ്രിൻസിൻ്റെ മിനിസ്ട്രി കഴിഞ്ഞ ശേഷം ഏകദേശം ഒരു 11-10 അടുപ്പിച്ച് വാട്സപ്പ് ഞാൻ ചെക്ക് ചെയ്യുന്നു, വാട്സപ്പിനെയൊക്കെ പരിശോധിക്കുന്നു. തുടർന്ന് അതിനുശേഷം കുറച്ച് നേരം നോൺ ഡീറ്റെയിൽ വർക്ക്സ് ചെയ്യുന്നു. അതായത് ഡയറിയൊക്കെ എഴുതിയ ശേഷം പിന്നെ ഏകദേശം ഒരു 1:19 ആയപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, ചോറുണ്ണാൻ ആരംഭിക്കുന്നു. അത് ചോറ് പിന്നെ അമ്മ പെട്ടെന്ന് കാട്ടിക്കൊട്ടിയതായിട്ടുള്ള തക്കാളിയും ഒരല്പം മുളകും കൂടെ ചേർത്തൊരുക്കിയതായിട്ടുള്ള എന്തോ ഒരു കറിയും പിന്നെ മീൻ കറിയും വാട്ടറും. പിന്നീട് അതിനുശേഷം പിന്നെ എന്ത് ചെയ്യുന്നു, അതിന് തൊട്ട് മുന്നവേ എന്ത് ചെയ്യുന്നു, പിന്നെ ടോയ്ലറ്റിൽ പോയി കുളിക്കാനൊക്കെ ഇടായിത്തീരുന്നു, ലഞ്ചിന് തൊട്ട് മുമ്പേ. പിന്നീട് അതിനുശേഷം പിന്നെ കുട്ടുമോനെ
അവൻ്റെ സ്കൂളിൽ ചില ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ട്, അതായത് ആനുവൽ ഡേ ആയിട്ട് ബന്ധപ്പെട്ട് ചില റിഹേഴ്സൽ ഉള്ളതുകൊണ്ട് അവനെ കൊണ്ടുപോകേണ്ടതുള്ളതുകൊണ്ട് അവൻ വസിക്കുന്നതായിട്ടുള്ള അവൻ്റെ അമ്മയുടെ ഇപ്പോൾ താമസിക്കുന്ന വീടായിരിക്കുന്ന ചീലപ്പാറയിലേക്ക് പോയിട്ട് അവനെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അവിടെ ഏകദേശം ഒരു 1:51 എത്തുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്യപ്പോഴത്തേക്കും എന്ത് ചെയ്തു, കുട്ടുമോൻ അവിടെ എത്തിച്ചേരുന്നു. കുട്ടുമോനോട് എത്തിച്ചേരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 15-20 മിനിറ്റ് എടുത്തിട്ട് പിന്നെ ആ ചീലപ്പാറ വഴി, പേയാട് ജംഗ്ഷൻ വഴി, പള്ളിമുക്ക് വഴി, കുണ്ടാങ്കട വഴി, വലിയോള വഴി, ഇലിപ്പോട് വഴി, വേട്ടമുക്ക് പാർക്ക് വഴി ആ സ്കൂളിലേക്ക് എത്തിച്ചു. ഏകദേശം ഒരു 15-20 മിനിറ്റ് എടുക്കുന്നു. അങ്ങനെ എത്തിയ ശേഷം ഞാൻ ആ സ്കൂളിൽ വെച്ചിട്ട് ഡോക്ടർ രാജേഷ് കുമാറിൻ്റെ ഒരു സമയം എത്ര പൊറോട്ട വരെ കഴിക്കാം എന്നുള്ളതായിട്ടുള്ള ആ വീഡിയോ കാണുന്നു. പിന്നെ അതുപോലെ തന്നെ അമിയ ദാസിൻ്റെ ഒരു വീഡിയോ കാണുന്നു. കിറ്റ് സ്മോക്കിംഗ് എന്നുള്ള അർത്ഥത്തിലുള്ള വീഡിയോ. പുള്ളിംഗ് ഡൊണസ്റ്റോൾസ് നാമിനെ അടിമത്തിൽ കൂടി വരുത്ത് കാണുന്നു. കിറ്റ് സ്മോക്കിംഗ് എന്നുള്ള വീഡിയോ കാണുന്നു. പിന്നെ പ്രൈവറ്റ് നേഴ്സുമാരുടെ സാലറി കൂട്ടാനുള്ള അവരുടെ സമരത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ, അതായത് എൻ്റെ അറിവിനെ ശീതൾ ഉണ്ണികൃഷ്ണൻ ചെയ്തൊരു വീഡിയോ കാണുന്നു. പിന്നെ ഓട്ടോഗ്രാഫ് എന്ന സീരിയലിൽ 5 ഫിംഗേഴ്സ് എന്നുള്ളതിൽ അതിലാണ് ആ വ്യക്തികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി പിന്നെ വീഡിയോ ഷോർട്സ് കാണുന്നു. അതിലുള്ള നടികൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ ചിന്തിക്കുന്നു. മുഖസാരസ്യം തോന്നുന്നു ചില ആളുകളുടെ. പിന്നീട് അതിനുശേഷം ഇന്ത്യൻ ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധപ്പെട്ട് നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും തമ്മിൽ വേർപിരിക്കാനായിട്ട് ഒരാഗ്രഹം മുസ്ലിങ്ങൾക്ക് അന്നേ ഉണ്ടായിരുന്നെന്നും പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലെ ചില ഭരണാധികാരികൾ ഇടപെട്ടാണ്, ശരിക്കും പറഞ്ഞാൽ സർദാർ വല്ലഭായ് പട്ടേൽ അവരാരൊക്കെ ഇടപെട്ടാണ് അതിനെയൊക്കെ തടഞ്ഞതെന്നും, അല്ലെങ്കിൽ ഹൈദരാബാദ് കേന്ദ്രമാക്കിക്കൊണ്ട് സൗത്ത് ഇന്ത്യ മുസ്ലിം രാഷ്ട്രമായി പോയതിന് അങ്ങനെ ഒരു ഭീകര വിപത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു. അതിനെ ബേസ് ചെയ്ത് കീർത്തിക ഇന്ദാസ്വാമി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളുടെ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു. അത് കാണുവാൻ തക്കൊണ്ണം പുള്ളിംഗ് ഡൊണസ്റ്റോൾസ് ഇടയിൽ തരുന്നു. എന്തായാലും ആ ഒരു വിപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. പിന്നീട് 3 അനുബന്ധിച്ച് ഒരു ഇൻ്റർവ്യൂവിൽ മറ്റേ 5 ഫിംഗേഴ്സ്, അതായത് ഓട്ടോഗ്രാഫിലെ ചില നടിമാർ പങ്കെടുത്തതായിട്ടുള്ള പിന്നെ ആ ഒരു ഇൻ്റർവ്യൂ ശ്രദ്ധിക്കാൻ തക്കൊണ്ട് ഇടയിൽ തരുന്നു. പുള്ളിംഗ് നാമിനെ അടിമത്തിൽ ആൻഡ് ബി നോട്ട് എൻ്റെങ്കിലേക്ക് എന്തൊക്കെ ഉണ്ട്. പിന്നീട് അതിൽപ്പെട്ട ഒരാളിപ്പോൾ ഇഹലോകത്തില്ല എന്നുള്ള വാർത്ത മനുഷ്യനെ ദുഃഖപ്പെടുത്തുന്നതാണ്. രാഹുൽ എന്ന പേരുള്ള ഒരു മനുഷ്യൻ. പിന്നീട് അതിനുശേഷം എന്ത് ചെയ്തു, റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് കുട്ടുവിനെ വീട്ടിൽ ആക്കി എന്നുള്ളത് ശരിയായിരിക്കാം. കുട്ടുവിനെ എന്ത് ചെയ്തു, വീട്ടിൻ്റെ പിന്നെ അതായത് കുട്ടുവിനെ പിന്നെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞ ശേഷം അവൻ്റെ ചീലപ്പാറ ഭവനത്തിലേക്ക് ഉണ്ടാക്കി. അതിന് തൊട്ട് മുന്നവേ ഫേസ്ബുക്കിൽ ഒരു ലൈവ് സൗന്ദര്യ സ്കൂളിനെ കുറിച്ച് ചെയ്യാൻ തക്കണം ഇടത്തുന്നത്. എൻ്റെ ഓർമ്മകൾ എന്നുള്ള അർത്ഥത്തിൽ സൗന്ദര്യ സ്കൂളിനെ കുറിച്ചും അല്ലെങ്കിൽ അവരുടെ ആചാരങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പറയാം. അതായത് പുതിയ നിയമ ഉപദേശത്തിലേക്ക് അവർ കടന്നു വരേണ്ടിയിരിക്കുന്നു. ന്യായപ്രമാണത്തിൽ നിന്നും ക്രിസ്തേശൻ്റെ കൃപയിലേക്കും സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. പിന്നീട് അതിനുശേഷം ആ ലൈവ് ചെയ്ത ശേഷമാണ് കുട്ടുവിന് ചീലപ്പാറ വന്ന വഴിയെ തന്നെ കുണ്ടമൺ കട വഴി പേയാട് ജംഗ്ഷൻ ടച്ച് ചെയ്യേണ്ട, അതിന് തൊട്ടിപ്പുറത്തൂടെ കയറി പിന്നെ വാട്ടർ അതോറിറ്റി അതിലേക്ക് പോകുന്ന ചീലപ്പാറ വീട്ടിലേക്ക് ഉണ്ടാക്കി. അതിന് കഴിഞ്ഞ ശേഷം എൻ്റെ സ്കൂട്ടറിൽ കുറച്ച് എയർ ഫില്ല് ചെയ്ത ശേഷം കുറച്ച് പെട്രോൾ അടിക്കണമെന്നുള്ളൊരു തോന്നലുണ്ടായി. അങ്ങനെ അതൊക്കെ ചെയ്തു. ബാക്കിൽ ഞാൻ എയർ ഫില്ല് ചെയ്യാൻ 40, ഫ്രണ്ടിൽ 28 പുള്ളിംഗ് ഡൊണസ്റ്റോൾസ്. അതായത് ഫ്രണ്ടിൽ 28, ബാക്കിൽ 40. പിന്നീട് അതിനുശേഷം എന്ത് ചെയ്തു, പെട്രോൾ 100 രൂപയ്ക്ക് അടിക്കുന്നു. 0.93 പെട്രോളിൻ്റെ വില ആ ദിവസം, അതായത് 2 ദിവസം മുമ്പേ 107.48. അപ്പോൾ ആ സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ 4:18. കുട്ടുമോനെ വീട്ടിൽ കൊണ്ടാക്കിയ സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്, പുള്ളിംഗ് ഡൊണസ്റ്റോൾസ് കുട്ടുമോനെ വീട്ടിൽ കൊണ്ടാക്കിയ സമയം ഏതാണ്ട് 4 അടുപ്പിച്ചാണ്. വീട്ടിൻ്റെ ആ ഇടവഴിയിൽ അങ്ങ് വിട്ടു, അങ്ങ് നടന്ന് പൊക്കോളും. 4 ബദനി ഹോൻ കാൽമ്പട്ടി, കുട്ടുവും ഞാനും പിന്നെ അതുപോലെ തന്നെ വിജിതയും നമ്മളൊക്കെ ഒന്നിച്ച് വസിച്ചിരുന്നെങ്കിൽ എത്ര സന്തോഷമാകുമായിരുന്നു. ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ച് വസിക്കുന്ന ജീവിതം വളരെ ആനന്ദകരമാണ്. വിജിതയും കൂടെ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ സന്തോഷമാകുമായിരുന്നു. പിന്നീട് അതിനുശേഷം പെട്രോൾ അടിച്ചത് GPay വഴിയും കൊടുക്കാൻ തക്കൊണ്ട് ഇടയിൽ തരുന്നു. അതോടെ കാണിച്ചിട്ടുണ്ട്. ഇതുവരെ ഏകദേശം 4284.9 4284.9 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നീട് അതിനുശേഷം പെട്രോൾ പമ്പ് വിട്ടപ്പോഴത്തേക്ക് 4:30 4:30 ആയി. പിന്നീട് അതിനുശേഷം എന്ത് ചെയ്തു, അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ, അതായത് ആ സമയത്ത് ഞാൻ അതിനുശേഷം മങ്കാട്ടട വഴി വലിയോള ഹോമിലേക്ക് സ്കൂട്ടറിൽ തിരിക്കുന്നതിനിടയ്ക്ക് വഴിയിൽ വെച്ച് അമ്മ ഫോൺ ചെയ്യുന്നു. അപ്പം ഞാനിതാ വന്നുകൊണ്ടിരിക്കുന്നു, ഐ എം കമ്മിങ് എന്നുള്ള അർത്ഥത്തിൽ ആ സമയത്ത് പറഞ്ഞു.
ഞാൻ വീട്ടിൽ ചെന്ന ഉടനെ അമ്മ ആൾറെഡി റെഡി ആയിട്ടിരിക്കുകയായിരുന്നു. തുടർന്ന് ഞാനും അമ്മയും കൂടെ വലിയോള ഹോമിൽ നിന്നും ഇലിപ്പോട് വഴി, വലിയോള ജംഗ്ഷൻ വഴി ഇലിപ്പോട് വഴി വേട്ടമുക്ക് പാർക്ക് വഴി, മരുതൻകുഴി വഴി, ശാസ്താമംഗലം വഴി, പൈപ്പിൻമൂട് വഴി, ഊളംപാറ വഴി, അമ്പലമുക്ക് വഴി, ജേർണലിസ്റ്റ് നഗറാണോ ജേർണലിസ്റ്റ് കോളനിയാണോ അതുവഴി അനിമാവിൻ്റെ വീട്ടിലേക്ക് വരാൻ ഇടയിൽ തരുന്നു. അനിമാവിൻ്റെ രോഗങ്ങളൊക്കെ ഏതാണ്ട് ഒരല്പം കുറഞ്ഞിട്ടുണ്ട്, ആശ്വാസമായിട്ടുണ്ട്. പിന്നീട് അതിനുശേഷം അവിടെ ചെന്നപ്പോഴത്തേക്കും ഒരല്പം കാത്തിരുന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ വൈഫ് അവിടെ കടന്നു വരുവാൻ കൊണ്ട് ഇടയിൽ തരുന്നു. പുള്ളിക്കാരി നമുക്ക് ചായയും മുറുക്കുമൊക്കെ തന്നു. ഇന്ന്, അതായത് ഫെബ്രുവരി മാസം 8-ാം തീയതി, ഇന്നല്ല 2 ദിവസം മുന്നേ, അതായത് ഫെബ്രുവരി മാസം 8-ാം തീയതി 2026 അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. 1994 ഫെബ്രുവരി മാസം 8-ാം തീയതി ആയിരുന്നു അവരുടെ മാരേജ് ഡേ എന്ന് പറയുന്നത്. അപ്പം ഇത് ഏകദേശം 1994 അല്ലേ, 6 പിന്നെ അത് 6+26 + 6 എന്ന് പറയുമ്പോഴത്തേക്കും 26 + 4 + 2, 26 + 4 32, അതായത് 32 വർഷമായി അവരുടെ വിവാഹം കഴിഞ്ഞിട്ട്. മനസ്സിലായില്ലേ? അവരുടെ മാരേജ് ആനിവേഴ്സറി ആയിരുന്നു. പിന്നീട് അതിനുശേഷം നമ്മളങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എൻ്റെ കസിനായിരിക്കുന്ന റാണിയും വിവേകും കൂടെ അവിടെ കടന്നു വരേണ്ടൊക്കെ ഇടയിൽ തരുന്നു. പിന്നീട് അവർക്കും ചായ പിന്നെ ബിന്ദുവാമി കൊടുക്കുന്നു, അനിമാവിൻ്റെ ഭാര്യ കൊടുക്കുന്നു. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനും അമ്മയും കൂടെ തന്നെ വന്ന വഴിയെ തന്നെ അമ്പലമുക്ക് വഴി, ഊളംപാറ വഴി, പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്താമംഗലം വഴി, മരുതൻകുഴി വഴി, വേട്ടമുക്ക് വഴി, ഇലിപ്പോട് വഴി വലിയോളേക്ക് എത്തിച്ചേരുവാൻ ഇടയിൽ തരുന്നു. അമ്മ തന്നിരിക്കുന്ന 500 രൂപയ്ക്ക് പിന്നെ പെട്രോൾ അടിക്കേണ്ടതിന്, ദാറ്റ് മീൻസ് വീട്ടിൽ ചെന്ന ഉടനെ എന്ത് ചെയ്തു, അമ്മ എനിക്കൊരു 500 രൂപ തന്നു. അമ്മയുടെ വണ്ടിയിലും പെട്രോൾ അടിക്കേണ്ടതുണ്ടെന്നുള്ള അർത്ഥത്തിൽ, റെഡ് സ്കൂട്ടറിൽ. അതിൻ്റെ ഫലമായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ എന്ത് ചെയ്തു, തിരുമല എത്തിയ ശേഷം എന്ത് ചെയ്യുന്നു, തിരുമല ജംഗ്ഷനിലുള്ള കണ്ണൻ ബേക്കറി വിസിറ്റ് ചെയ്യുന്നു 7:31-ന്. ആ സമയം എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, 2 ബട്ടർ ബൺ കഴിക്കുന്നു. 2 ബട്ടർ ബണ്ണിന് 24 രൂപയാണ്. അതിനുശേഷം വേട്ടമൊക്കെ പോയിട്ട് പെട്രോൾ പമ്പിൽ കയറി 300 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നു. 300 രൂപയ്ക്ക് എന്ത് ചെയ്യുന്നു, പെട്രോൾ അടിക്കുന്നു. അതിന് തൊട്ട് മുന്നവേ വണ്ടിയുടെ എയർ ചെക്ക് ചെയ്തിട്ട് ആ റെഡ് സ്കൂട്ടറിൽ എന്ത് ചെയ്യുന്നു, എയർ ഫില്ല് ചെയ്യുന്നു. അതായത് ഫ്രണ്ടിലും ബാക്കിലും എയർ ഫില്ല് ചെയ്യുന്നു. അതിനുശേഷമാണ് പെട്രോൾ അടിക്കുന്നത്. 300 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. 300 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ 2.79 ആണ്. അത്രയും ലിറ്റർ പെട്രോൾ കിട്ടും. 2.79 ലിറ്റേഴ്സ് പെട്രോൾ. പെട്രോളിൻ്റെ വില 107.48 പെർ ലിറ്റർ. പിന്നീട് അതിനുശേഷം പെട്രോൾ ഒക്കെ അടിച്ച് ക്യാഷൊക്കെ കൊടുത്ത് സെറ്റിൽ ചെയ്തപ്പോഴത്തേക്കും 754 അടുപ്പിച്ചായി. പിന്നീട് അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതിനെ വണ്ടിയുടെ ഡിക്കിക്കകത്തിട്ട ശേഷം പിന്നെ എന്ത് ചെയ്യുന്നു, ആ സമയത്ത് ഫോണും പിന്നെ അതുപോലെ തന്നെ ഹെഡ്സെറ്റൊക്കെ ഇയർബഡ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം പോയിന്റ് എൻ്റർ ചെയ്തു. ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേൽ ഉണ്ട്. സെക്കരിയ 9:8. ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എൻ്റെ കണ്ണ് അവരുടെ മേലുണ്ട്. സെക്കരിയ 9:8 അത് ഗുഡ്നസ് TV ആണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് വായിച്ചു. പിന്നീട് അതിനുശേഷം പിന്നെ തിരുമല ജംഗ്ഷനിലെത്തി ഒരല്പം പിന്നെ നടക്കുവാൻ തക്കണം ഇടയിൽ തരുന്നു. പിന്നെ അതിനൊക്കെ ശേഷം പിന്നെ സ്കൂട്ടർ വച്ചിരുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്കൂട്ടർ എടുക്കുന്നു. എനിക്ക് തോന്നി അപ്പം തലേ ദിവസത്തെ പെൻഡിങ് മണിയും ആ ദിവസത്തെ മണിയും കൂടെ ചേർത്ത്, തലേ ദിവസം 10 വിക്സ് മുട്ടായി മേടിച്ചിട്ടുണ്ടായിരുന്നു, 20 രൂപ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്നും ആവശ്യമുണ്ടായിരുന്നു. അത് രണ്ടും കൂടെ ചേർത്ത് 40 രൂപ സെൻഡ് ചെയ്തിട്ട് പിന്നെ ആ തിരുവാതിര മെഡിക്കൽസിൽ, വലിയോള ജംഗ്ഷനിലുള്ള തിരുവാതിര മെഡിക്കൽ സ്റ്റോറിൽ എത്തുന്നതിന് മുമ്പ് തന്നെ പേ ചെയ്തു. അപ്പോൾ അവിടെ ചെന്നിട്ട് ഡയറക്റ്റ് ആയിട്ടങ്ങ് മേടിക്കാമല്ലോ എന്നുള്ള അർത്ഥത്തിൽ അതങ്ങ് പേ ചെയ്തു. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഇതേപോലെ എന്ത് ചെയ്യുന്നു, തിരുവാതിര മെഡിക്കൽസിൽ ചെന്നിട്ട് നേരത്തെ അയച്ചിരുന്ന മണി പ്രകാരം പിന്നെ 10 വിക്സ് മിഠായി കൂടെ മേടിക്കുന്നു. അപ്പോൾ തലേ ദിവസം പെൻഡിങ് ആയിരിക്കും 20 രൂപയും കൂടെ കൊടുക്കുന്നു. അങ്ങനെ 20, 40 രൂപ കൊടുത്ത് അത് സെറ്റിൽ ചെയ്യുന്നു. പിന്നീട് അതിനുശേഷം വീട്ടിലേക്ക് വന്നിട്ട് കാലുകൾ, കൈകൾ, മുഖങ്ങളൊക്കെ കഴുകിയ ശേഷം മറ്റ് പ്രാഥമിക ആവശ്യങ്ങളെല്ലാം ഇതിനിടയ്ക്ക് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അതിനുശേഷം ചോറും അമ്മ ഉച്ചയ്ക്ക് തന്നതായിട്ടുള്ള തക്കാളിയും മുളകുപൊടി കറിയും കൂടെ ചേർത്തുണ്ടാക്കിയതായിട്ടുള്ള ഒരു പിന്നെ ഒരു കറിക്കൂട്ട്, ആ കറിക്കൂട്ടും മീൻ കറിയും വെള്ളം കൂടെ ചേർത്ത് ഭക്ഷണം കഴിക്കുന്നു. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുന്നു, കുറച്ച് നേരം കഴിഞ്ഞ ശേഷം നിദ്രയിലേക്ക് കിടക്കുവാൻ തക്കണം ആഗ്രഹിക്കുന്നു.
അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ ശേഷം നിദ്രയിലേക്ക് കടക്കുന്ന എങ്ങനെയെന്നുള്ള അർത്ഥത്തിൽ ആഗ്രഹിക്കുന്നു. വെളുപ്പാങ്കാലത്ത് നല്ല വീസിങ് പ്രോബ്ലം ഉണ്ടായിരുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ കയറി ഉറങ്ങി ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ തക്കണം ആഗ്രഹിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ എന്ത് ചെയ്യുന്നു, പിറ്റേ ദിവസം വെളുപ്പാങ്കാലം ഏകദേശം 11 മണി അടുപ്പിച്ചൊക്കെ ഉറങ്ങിയെങ്കിലും 2:12 അതിനോട് അടുപ്പിച്ച് ഉണർന്നെഴുന്നേക്കാനൊക്കെ ഇടയിൽ ഫാനൊക്കെ അത്യാവശ്യമല്ല, ഫാൻ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ കിടക്കുന്ന, അതായത് ഹൊറിസോണ്ടലായിട്ട് തിരശ്ചീനമായിട്ട് കിടക്കുന്നുണ്ട്. കഫം കയറി കഴുത്തിൽ കടന്നതുകൊണ്ട് കുറച്ചൊരു വീസിങ് പ്രോബ്ലം പോലെ, കഫ് പോലെയൊക്കെ തോന്നി. കഫ് ആൻഡ് വീസിങ് പ്രോബ്ലം. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേക്കാൻ ഇടയിൽ അങ്ങനെ എഴുന്നേറ്റ ശേഷം പുറത്തെ കഥകൊക്കെ തുറന്ന് കൊതുകുവലയുടെ നെറ്റുണ്ടായിരുന്നു, ഓപ്പൺ എയറൊക്കെ ഒന്ന് ശ്വസിച്ച് അങ്ങനെ ഫ്രീ ആയി. അങ്ങനെ ആ സമയത്ത് ചന്ദ്രൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞ് ചന്ദ്രൻ കിഴക്ക് ഉദിച്ച് വന്ന് കുറച്ച് നേരമായിട്ടുണ്ട്. അതായത് കൃഷ്ണപക്ഷമാണെന്ന് തോന്നുന്നു. അതായത് ന്യൂ മൂൺ ഡേയിലേക്ക് ചന്ദ്രൻ നീങ്ങുന്ന ഒരു അവസരമാണ്. അതായത് ബിറ്റ്വീൻ ഫുൾ മൂൺ ആൻഡ് ന്യൂ മൂൺ, ആ ഒരു ഫേസാണ്. ഇനി ഏതാനും ദിവസങ്ങളിൽ കൂടെ കഴിഞ്ഞാൽ ന്യൂ മൂൺ ആകാനുള്ള സമയം അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ആകാശത്തിൻ്റെ ആ ഒരു കാഴ്ച എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. 9 ഫെബ്രുവരി അപ്പോൾ വെളുപ്പാങ്കാലമായപ്പോഴത്തേക്ക് എന്ത് ചെയ്യും, 9 ഫെബ്രുവരി ആൾറെഡി ആയിട്ടുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ചില വീസിങ് പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അതങ്ങ് മാറി. ഞാൻ ആ മിഡ് റൂം കിടക്കൽ തന്നെ ഒന്നുകൂടെ കിടന്നപ്പോഴത്തേക്കും ക്രൈസിസിൻ്റെ കൃപയാൽ മൂക്കൊക്കെ വീണ്ടും തുറന്ന് ആ കട്ടിൽ തന്നെ കിടന്നപ്പോഴത്തേക്കും കുറച്ച് നേരം ഉറങ്ങാൻ തക്കൊണ്ട് ഇടയിൽ തരണം. ക്രൈസ്റ്റ് അങ്ങനെ സഹായിച്ചു. അങ്ങനെ ഏകദേശം ഒരു 8:34 അടുപ്പിച്ച് വായന കംപ്ലീറ്റ് ചെയ്തു. അതായത് മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം വായിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നു. 8:24 തൊട്ട് 34 വരെ ആയിരിക്കണം, അല്ലെ 8:20 തൊട്ട് 34 വരെ ആയിരിക്കണം. മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം എന്ത് ചെയ്യുന്നു, മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം കംപ്ലീറ്റ് ചെയ്യുന്നു. എൻ്റെ 27ാമത്തെ ഭാഗം വായിക്കുമ്പോൾ, ആൻഡ് ഷുഡ് സ്ലീപ്പ് ആൻഡ് റൈസ് നൈറ്റ് ആൻഡ് ഡേ, ആൻഡ് ദ സീഡ് ഷുഡ് സ്പ്രിങ് ആൻഡ് ഗ്രോ അപ്പ്. ഹി ന്യൂത്ത് നോട്ട് ഹൗ, ഹി നോവത്ത് നോട്ട് ഹൗ, പുള്ളിങ് ഡൗൺ ഓഫ്. നാം എൻ്റെ അടിമത്തിൽ കൂടിയും പോരുത്. അതായത് നമുക്കൂടെ ചിന്തിക്കുമ്പം എന്താണ്, ആൻഡ് ഷുഡ് സ്ലീപ്പ് ആൻഡ് റൈസ് നൈറ്റ് ആൻഡ് ഡേ, ആൻഡ് ദ സീഡ് ഷുഡ് സ്പ്രിങ് ആൻഡ് ഗ്രോ അപ്പ്. ഹി നോവത്ത് നോട്ട് ഹൗ, പുള്ളിങ് ഡൗൺ ഓഫ് സ്ട്രോങ് ഹോൾസ്. നാം ഇനി അടിമത്തിൽ കുടുങ്ങി പോരുത്. സ്റ്റാൻഡ് ഫാസ്റ്റ് ആൻഡ് ലിബർട്ടി ഓർത്ത് ക്രൈസ്റ്റസ് മെഡസ് ഫ്രീ. നാം ഇനി അടിമത്തിൽ കുടുങ്ങി പോരുത്. ഫോർ ബദനി ഓൺ കൽബർട്ടി, പുള്ളിങ് ഡൗൺ സ്ട്രോങ്സ്, കാസ്റ്റിനോട് ഇമേജിനേഷൻസ്. പിന്നീട് അതിന് ശേഷം എന്ത് ചെയ്യുന്നു, കുറച്ച് സോഷ്യൽ മീഡിയ ഒരല്പം യൂട്യൂബൊക്കെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നു. അതിൻ്റെ ഷോട്ടാണിത്. പിന്നീട് അതിന് ശേഷം അടുക്കളയിൽ പോയിട്ട് അമ്മ എനിക്ക് ഇട്ട് വെച്ചിരുന്ന ചായ എന്ത് ചെയ്യുന്നു, എടുത്ത് കുടിക്കുന്നു. അതൊക്കെ ഏകദേശം എത്രയാണ്, ഒരു 8:40 അടുപ്പിച്ചാണ്. 41-ന് ആ ചായ എടുത്ത് അതിൻ്റെ ഇമേജ് എടുക്കുന്നു. പിന്നീട് അതിനുശേഷം 2, അതായത് ആ ദിവസത്തെ, അതായത് എൻ്റെ 60 7, 8, 9 ആ ദിവസത്തെ പത്രത്തിലെ ചില പ്രധാനപ്പെട്ട വാർത്തകൾ എന്ത് ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നു. കാരണം ആ ദിവസം തന്നെ ഒരു ലൈവോ എന്തോ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. കുണ്ടാങ്കടവ് മറ്റേ ഗ്രൗണ്ടിൻ്റെ അടുത്ത് നിന്നിട്ട് ലൈവ് ചെയ്യുന്നുണ്ട്, കുണ്ടാങ്കടവ് ബിയുടെ അടുത്ത് നിന്നിട്ട്. അതുകൊണ്ടായിരിക്കണം ബി ഏരിയ. എ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയവിളക്കടുത്തുള്ള കുണ്ടാങ്കടവും, ബി ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിമുക്കിന് തൊട്ടിപ്പുറത്തുള്ള കുണ്ടാങ്കടവും എന്നാണ് ഓർക്കേണ്ടത്. പിന്നെ അങ്ങനെ ഇതിനിടയ്ക്ക് വാട്ടർ അതോറിറ്റിയിലെ ഒരാൾ എന്ത് ചെയ്യുന്നു, ബില്ലെടുക്കാനായിട്ട് വന്നിട്ടുണ്ട്. വാട്ടർ ബില്ല് 415 അതായത് 9th ഫെബ്രുവരി 9:07 AM. പിന്നീട് അതിനുശേഷം സമീപത്തെ വീട്ടിലേക്കും അദ്ദേഹം റീഡിങ് എടുക്കാനായിട്ട് കടന്നു വന്നു. ഞാൻ വാർത്ത വീണ്ടും എടുക്കുന്നു. PSC പരീക്ഷയിൽ 1ാം റാങ്ക് കിട്ടിയിട്ടും ജോലിക്ക് നിയമനം ലഭിക്കാത്തതായിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ വിഷമങ്ങൾ ഹെഡ്ലൈനായിട്ട് നോക്കുന്നു. ഇന്നും ആ ഒരു പ്രവണതയുണ്ട്. UPSC ആണെങ്കിലും കേരള PSC ആണെങ്കിലും നല്ല യോഗ്യത നേടിയാൽ പോലും അവർക്ക് എന്ത് ചെയ്യുന്നില്ല, ജോലി കിട്ടുന്നില്ല. അപ്പം പിന്നെ സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? എല്ലാം പിൻവാതിൽ നിയമങ്ങളില്ല. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. ഹി ഹു നെവർ റെഫറൻസ് എന്ന് മനസ്സിലാക്കുക. പിന്നീട് എന്ത് ചെയ്യുന്നു, നടക്കുവാൻ തക്കണം. അതായത് കുണ്ടാങ്കടവ് ബി സെക്ഷനിലേക്ക്, ബി ഏരിയയിലേക്ക് നടക്കുവാൻ കടന്നു വരുന്നു. പടിപ്പുരയിലേക്ക് കുട്ടികളുടെ പഠനയാത്ര എന്നുള്ളതും ഫോട്ടോ എടുക്കുന്നു. ബ്ലൂടൂത്ത് വഴി റെഡ്മി Note 9
പ്രോയിലേക്ക് ചില ഫയൽസ് ട്രാൻസ്ഫർ ചെയ്തിട്ട് ശരിക്കും ലൈവ് എടുക്കാനുള്ള പുറപ്പാടായിരുന്നു. അതൊക്കെ ഏതാണ്ട് ആ വർക്കൊക്കെ ഏതാണ്ട് കഴിഞ്ഞെന്ന് തോന്നുന്നു. ഫേസ്ബുക്കിലും കണ്ടോ ലൈവ് എടുത്തു എന്നാണ് എൻ്റെ ഓർമ്മ. 10:22 ശേഷം ആ വർക്കൊക്കെ ഏതാണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ഏകദേശം കുറച്ച് സമയം എടുത്തു. പിന്നീട് അതിനുശേഷം 11:26 അടുപ്പിച്ച് വീട്ടിലേക്ക് എത്തിയ ശേഷം എന്ത് ചെയ്യുന്നു, കൊഴുക്കട്ട വെള്ളമൊക്കെ എന്ത് ചെയ്യുന്നു, ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉപയോഗിക്കുന്നു. കുറച്ച് കരിപ്പോട്ടിയും കൂടെ അതിൻ്റെ കൂടെ കഴിക്കുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു, കുറച്ച് തേങ്ങ തിരുവാൻ തക്കണം ഇടയിൽ തരുന്നു. അത് 11:49 AM പിന്നീട് അതിനുശേഷം എന്ത് ചെയ്യുന്നു, വെറുപ്പിക്കൽ മതിയാക്ക് മനാഫ എന്നുള്ള ആ ഒരു വീഡിയോ ശ്രദ്ധിക്കുന്നു. ശീതളിൻ്റെ വീഡിയോ ആണ്. പിന്നീട് അതിനുശേഷം കുറച്ച് വീഡിയോ ശ്രദ്ധിക്കുന്നു. നിങ്ങൾ സത്യം അറിയിക്കുകയും സത്യം നിങ്ങളെ സ്വന്തമാക്കുകയും ചെയ്യും. യോഹന്നാൻ 8:32. 11:57 ആയപ്പോഴത്തേക്കും പിന്നെ മറ്റ് ചില വീഡിയോസ് അതിൻ്റെ ഹെഡിങ് എല്ലാം കാണുന്നു. പീഡന പരാതിയിലെ ഉത്തരവ് വെല്ലുവിളിയോ ശ്രീപക്ഷം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു കാണുന്നു. സമയം ഏകദേശം 12:03 PM ആയി. ഈ പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അർജുൻ്റെ വൈഫിന് പിന്നീട് ഗവൺമെൻറ് ജോലി കിട്ടിയെന്നൊക്കെ ആ വീഡിയോയിൽ കൂടെ മനസ്സിലാക്കി. പിന്നീട് ഏകദേശം ഒരു 12 അടുപ്പിച്ച് എന്ത് ചെയ്യുന്നു, ബയോട്ടിൻ ടാബ്ലറ്റ്സ് VB7 കഴിക്കുന്നു. സ്കിൻ ഇൻഫെക്ഷനെതിരെ, അതായത് നാത്തിലുള്ള ആ ഒരു ഫംഗസിനെതിരെയുള്ള ആ മെഡിസിൻ കഴിക്കുന്നു. പിന്നീട് അതിനുശേഷം കുറച്ച് ഡിജിറ്റൽ വർക്ക്സ്, മനസ്സിലായില്ലേ, ഡിജിറ്റൽ വർക്ക്സൊക്കെ ഏതാണ്ട് ആ ഒരു ഡിജിറ്റൽ വർക്ക്സൊക്കെ ഒരു പ്രത്യേക, അതായത് കുറച്ച് പെൻഡിങ് നോൺ ഡിജിറ്റൽ വർക്ക്സ്, അതായത് ഡയറി എഴുത്ത് വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് അമ്മ എന്ത് ചെയ്തു, ചോറ് കോരി റൈസ് പ്ലസ് പിന്നെ കുറച്ച് ദിവസം മുന്നേ മേടിച്ചതായിട്ടുള്ള ആ ചിക്കൻ പ്ലസ് സം വെജിറ്റബിൾ തോരൻ ഒക്കെയാണ് തോന്നുന്നു, ക്യാബേജ് തോരനാണ് തോന്നുന്നു. അതും പിന്നെ ഞാൻ എടുത്ത് കുടിച്ചതായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഊണ് കംപ്ലീറ്റ് ചെയ്യുന്നു. 1:16 1:30 ആയിരിക്കണം. ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിൽ, ആ ദിവസം ചെയ്ത വീഡിയോയിൽ തന്നെ മോളി ചേച്ചി ലൈക്ക് അടിച്ചു എന്ന് മനസ്സിലായി. ഫോർ ബദനി യുഹൻ കാൽബർട്ട്. പിന്നീട് കുറച്ച് ഡയറി വർക്ക്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നു. അതിനുശേഷം 2 മുതൽ 2:30 വരെ 2 മുതൽ 2:30 വരെ 2:30 മുതൽ 3 വരെയുള്ള ഇഷ്ടം മാത്രം എന്നുള്ള ആ ഒരു ഇത് എന്ത് ചെയ്യുന്നു കാണുന്നു. അതിനകത്ത് അക്സെപ്റ്റ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, ചിലത് വിമർശന വിധേയമാണ്. പിന്നെ ചിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സകല ശോധനയും നല്ല മുറുകപ്പെടുത്തും, സകല ദോഷത്തെ മുട്ടകലിയും. നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ഒബ്സർവ് ചെയ്യണം. അമ്മയും എൻ്റെ അടുത്തുണ്ടായിരുന്നു. പിന്നീട് അമ്മ ഒരു 3-5 വരെ ആ ഒരു സമയം ഏകദേശം ഉറക്കത്തിലേക്ക് വഴുതി വീണു. പകൽ ഉറങ്ങിയിട്ട് എങ്ങനെയാണെന്നോ രാത്രിയും ഉറങ്ങുന്നു. പിന്നീട് അതിനുശേഷം ഒരു 4:50 ആയപ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു, അമ്മ കരിപ്പോട്ടി കാപ്പി, അതായത് ബ്ലാക്ക് കോഫി എന്ന് പറയുന്നില്ല, ബ്ലാക്ക് പാം ജാഗരി കോഫി, അതായത് കരിപ്പട്ടി കാപ്പി കുടിക്കാൻ തക്കൊണ്ട് ഇടയിൽ തരുന്നു. പിന്നീട് അമ്മ എന്ത് ചെയ്യുന്നു, 500 + 500 = 1000. ഞാൻ നടക്കാൻ പോകുന്ന സമയത്ത് പിന്നെ എൻ്റെ കസിൻ്റെ വൈഫായ മീരയെ ഏൽപ്പിക്കാനായിട്ട് പറയുന്നു. ആ പോകുന്ന വഴിക്കാണ് ഇത്. ഏകദേശം ഒരു 5:32 ആയപ്പോഴത്തേക്കും അത് മീരയുടെ മകനായിരിക്കുന്ന അമ്പാടി ഏൽപ്പിക്കുന്നു. പിന്നീട് അതിന് ശേഷം മങ്കാട്ടടവ് പാലത്തിൻ്റെ അക്കരെയുള്ള എന്ത് ചെയ്യുന്നു പ്രദേശത്തേക്ക് പോകുന്നു. അവിടുത്തെ സമീപത്തുള്ള പിന്നെ കടകളുടെ തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ കുറച്ച് നേരം ഇരുന്ന് വിശ്രമിക്കുന്നു, ചിന്തിക്കുന്നു, വീഡിയോസ് ശ്രദ്ധിക്കുന്നു. എന്നിട്ട് അവിടെ ആ കടയുടെ അടുത്ത് തന്നെയുള്ള മങ്കാട്ടട ഹോംലി തട്ട്, അതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു കടയുണ്ട്. ആ കടയിൽ കയറി കുറച്ച് ഈറ്റബിൾസ് കഴിക്കുന്നു. അതായത് ഒരു വട, ഒരു മുളക് ബജി, ഒരു വാഴയ്ക്കപ്പം. 6:19 അടുപ്പിച്ച് 6:19 PM അടുപ്പിച്ച് കഴിക്കുന്നു.
അവിടെ വെച്ച് തന്നെ കുറച്ച് വീഡിയോസ് ഇതാ ശ്രദ്ധിക്കുന്നു. എഫ്സീൻ ഫയൽസോ അങ്ങനെ എന്തോ ഒരു ഫയൽസിനെ കുറിച്ച് ശ്രദ്ധിക്കുന്നു. പിന്നീട് അതിനുശേഷം ചൂരമനിൽ ദേഷ്യപ്പെടുന്ന പിണറായി വിജയനെ കുറിച്ചുള്ള വാർത്തകൾ ശ്രദ്ധിക്കുന്നു. പിന്നീട് ശേഷം ആ കടയിൽ എന്ത് ചെയ്യുന്നു, ആ ധനം പേ ചെയ്യുന്നു. GPay വഴി പേ ചെയ്യുന്നു. 30 രൂപയാണ് പേ ചെയ്യുന്നത്. പിന്നീട് നടന്ന് തിരുമല ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നു. റേഡിയോ പാർക്കിലിരുന്ന് 2026 ചിരിക്കുന്ന കമ്പ്യൂട്ടർ പിള്ളേർക്ക് വേണ്ടിയുള്ള മെസ്സേജ്, ന്യൂ ജനറേഷൻ ഫ്രണ്ട്സിനെ കുറിച്ച് ഷമീർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ശ്രദ്ധിക്കുന്നു. പിന്നീട് കണ്ണം ബേക്കറിയിൽ എത്തിയ ശേഷം ട്രോപ്പിക്കാന പോം ഗ്രാനൈറ്റ് ഡിലേറ്റ് കുടിക്കുന്നു. അതിന് 20 രൂപയാണ്. പിന്നീട് ഈ പറയപ്പെട്ട നിയമവിരുദ്ധമില്ലാത്ത ചീഫ് ജസ്റ്റിസ് ഒരല്പം ശ്രദ്ധിക്കുന്നു. സെവൻ 32 ഷമീർ പിന്നെ പാസ്റ്ററിൻ്റെ പ്രസംഗം ശ്രദ്ധിച്ച ശേഷം, സുവിശേഷൻ്റെ പ്രസംഗം ശ്രദ്ധിച്ച ശേഷം ട്രോപ്പിക്കാന 737 കുടിച്ചത്. എന്നിട്ട് അതിന് ശേഷം കുറച്ച് കപ്പലണ്ടിയും കൂടെ എന്ത് ചെയ്യുന്നു, മേടിക്കുന്നു. 100 ഗ്രാം കപ്പലണ്ടി മേടിക്കുന്നു. അത് പോം ഗ്രാനൈറ്റ് ട്രോപ്പിക്കാന ഇസിക്കൽ 20 rupees പ്ലസ് 100 ഗ്രാം പെപ്പർ പീനട്ട്സ് ഇസിക്കൽ 30 rupees. കണ്ണം ബേക്കറി തിരുമല. പിന്നീട് അതിന് ശേഷം എന്ത് ചെയ്യുന്നു, നാമിനെ അടിമത്തിൽ കുടിപ്പോരുത്. കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന ശേഷം പിന്നെ ആ പരിസരത്തൊക്കെ നിന്ന ശേഷം എന്ത് ചെയ്യുന്നു, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗണേഷ് കുമാറിൻ്റെ സഹോദരി ഉഷ മോഹൻദാസോ എങ്ങണ്ടോ ഒരു IAS ഓഫീസറിൻ്റെ ഭാര്യയായിരിക്കണം. ഗണേഷ് കുമാറിൻ്റെതായിട്ടുള്ള ചില അധർമ്മ പ്രവൃത്തികൾക്കെതിരെയുള്ള പ്രതിഷേധം എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഗണേഷ് കുമാറിൽ കൂടെ വ്യാപരിച്ചതായിട്ടുള്ള അധർമ്മത്തിൻ്റെ മർമ്മം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നു. സ്വന്തം പിതാവിനെയും സഹോദരിമാരെയും എങ്ങനെ എത്രമാത്രമാണ് ആ വ്യക്തി പിന്നെ ഉപദ്രവിച്ചതെന്ന് മനസ്സിലാക്കുന്നു. അത് പിന്നത്തേൽ ഞാൻ വലിയോള വീട്ടിലേക്ക് പിന്നെ നടന്നുപോയ സമയത്ത്, അതായത് അരയലൂർ എള്ളുവിള റോഡ് വഴി ഇരുത്താട്ടോണം വഴി നടന്നു പോയപ്പോൾ കൂടുതൽ മനസ്സിലാക്കുന്നു. അതായത് വലിയോള ഹോമിലേക്കുള്ള യാത്ര തിരിക്കുന്നതിന് തൊട്ടുമേ ചന്ദ്ര ഹോട്ടലിൽ കയറി എന്ത് ചെയ്യുന്നു, ഒരു ഗ്ലാസ് ചൂടുവെള്ളമാണെന്ന് തോന്നുന്നു കുടിക്കാൻ ശ്രമിക്കുന്നു. ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കാൻ ശ്രമിക്കുന്നു. 8:20 8:20 അടുപ്പിച്ച്. തുടർന്ന് ഗണേഷ് കുമാറിൻ്റെ ആ പ്രസംഗം, ഗണേഷ് കുമാറിൻ്റെ ആ ചതികളെക്കുറിച്ചുള്ള ഉപദ്രവത്തെക്കുറിച്ചുള്ള ആ ഒരു പിന്നെ എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂ കാണുന്നു. 8:46. അങ്ങനെ വലിയോള വീട്ടിൽ എത്തിച്ചേർന്ന് വരെയും അത് കുറച്ച് നേരം കാണുന്നു. സ്പീഡ് അടിച്ചും കാണുന്നു. പിന്നീട് വീട്ടിൽ ചെന്ന ശേഷം കാലുകൾ, കൈകൾ, മുഖങ്ങളൊക്കെ കഴിയ ശേഷം മറ്റു ചില ബോഡിയൊക്കെ ഒന്ന് ഫ്രീ ആക്കിയ ശേഷം എന്ത് ചെയ്യുന്നു, സപ്പർ കഴിക്കുന്നു. ചോറ് പ്ലസ് പയർ എരിശ്ശേരിയാണെന്ന് തോന്നുന്നു. പിന്നീട് അതിനുശേഷം കുറച്ച് മീൻകറി, കുറച്ച് വെള്ളം കൂടെ എടുത്ത് കുടിക്കുന്നു. 9:27. അതിനുശേഷം എന്ത് ചെയ്യുന്നു, കാലുകളിൽ, കൈകളിൽ ഉള്ള നെയിൽസിൽ അപ്ലൈ ചെയ്യാനുള്ള ആൻറ്റി ഫംഗൽ ക്ലോട്രിമസോൾ എന്ന് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ആ ഒരു ഔഷധം അമ്മയുടെ കയ്യിൽ എന്ത് ചെയ്യുന്നു, അമ്മയുടെ കയ്യിൽ കൊടുക്കുന്നു. അമ്മ അത് ഇട്ട് തരുന്നു. അതിനുശേഷം കിടക്കയിലേക്ക് മിഡ് റൂം കിടക്കയിലേക്ക് പോകുന്നു. അങ്ങനെ മിഡ് റൂം കിടക്കയിലേക്ക് പോയ ശേഷം അത്യാവശ്യം ഫാന് ഒരല്പ സ്പീഡിലൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് നേരം മയങ്ങുന്നു. തീരെ അങ്ങ് ഹൈ സ്പീഡിലല്ല, എന്നാൽ തീരെ ലോ ഇല്ലെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ടായിരുന്നു. കുറച്ച് നേരം ഉറങ്ങുന്നു. എങ്കിലും അതിരാവിലെ എഴുന്നേക്കാൻ ഇടയായിത്തീർന്നു. വീസിങ് ആൻഡ് കഫ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതിനുശേഷം യെസ്റ്റർഡേ എന്ത് ചെയ്യുന്നു, യോഹന്നാൻ 11 വായിക്കുന്നു. അതായത് 6:12 അടുപ്പിച്ച് വായിക്കുന്നു. കുറച്ച് വീസിങ് പ്രോബ്ലംസും കഫ് ആൻഡ് വീസിങ് പ്രോബ്ലംസൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എന്ത് ചെയ്യുന്നു, 6:12 അടുപ്പിച്ച് യോഹന്നാൻ 11 വായിക്കുന്നു. എന്തായാലും ഈ സമയങ്ങളിലെല്ലാം അതിരാവിലെ എഴുന്നേക്കുവാൻ തക്കണം ഇടയായിത്തീരുന്നു. ഈ കഫ് ആൻഡ് വീസിങ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് അതിരാവിലെ എഴുന്നേക്കുവാനും ചിന്തിക്കുവാനും വായിക്കുവാനൊക്കെ ഇടയായിത്തീരുന്നു. നമുക്കെന്താണ് ടങ്സിൽ സംസാരിക്കുവാനും പുള്ളിങ് ഡൊണസ്ട്രോൺസ് ഗോഡ് ഈസ് നോട്ട് ദി അതർ കൺഫ്യൂഷൻ ബട്ട് എ പീസ്. അതുപോലെ തന്നെ ബൈബിളൊക്കെ വായിച്ച് കുറച്ച് കഴിഞ്ഞ ശേഷം ബലപ്പെടുവാനും, കുറച്ച് കഴിഞ്ഞ ശേഷം ബൈബിളൊക്കെ വായിച്ച് ബലപ്പെടുവാനും, അതുപോലെ തന്നെ
മറ്റ് ചിന്തകൾ, അതുപോലെ കുറച്ച് ഫ്രീഡം അനുഭവിക്കുന്നു അതിരാവിലെ എഴുന്നേറ്റ ശേഷം. ഈ കഫ് ആൻഡ് വീസിങ് പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് യോഹന്നാൻ 11:20 തൊട്ട് 27 ഭാഗങ്ങൾ വായിക്കുന്നു. ജീസസ് സെഡ് അൺടു ഹർ, ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ലൈഫ്, ഹി ദാറ്റ് ബിലീവത്ത് ഇൻ മീ ദോ ഹി വെയർ ഡെഡ് യെറ്റ് ഷാൾ ഹി ലീവ്, ആൻഡ് ഹൂസോവർ ലീവത്ത് ആൻഡ് ബിലീവത്ത് ഇൻ മീ ഷാൾ നെവർ ഡൈ, ബിലീവേഴ്സ് ദൗ ദിസ്. അതൊക്കെ നമ്മൾ വളരെയധികം അല്ലെങ്കിൽ ഇഹലോകമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വളരെയധികം ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. പുള്ളിങ് ഡൊണസ്ട്രോൾസ് മരണമുള്ള ഈ ലോകത്തിൽ മരണത്തിന് വിരുദ്ധമായിട്ട് സൂപ്പർ നാച്ചുറലായിട്ട് ചിന്തിക്കേണ്ട കാര്യമാണെന്ന് അർത്ഥം. പിന്നീട് അതിനുശേഷം കടന്നു വന്നിട്ട് എന്ത് ചെയ്യുന്നു, പിന്നീട് ഗ്രഹത്തിനുള്ളിലേക്ക് പ്രവേശിച്ച ശേഷം എന്ത് ചെയ്യുന്നു, 7:10 അമ്മ എനിക്ക് ചായ ഒരുക്കുന്നു. അമ്മയ്ക്ക് രാവിലെ ഏതൊരു സ്ഥലത്തും കണ്ട പോകാനുണ്ടായിരുന്നു. അപ്പം അമ്മയോടൊപ്പം യാത്ര പോകാനുള്ളതുകൊണ്ട് രാവിലെ തന്നെ ചായ കിട്ടുന്നു. പിന്നീട് അതിനുശേഷം അമ്മയെ കൊണ്ട് സ്കൂട്ടറിൽ നമ്മളൊരു ആൻറ്റിയുടെ പിന്നെ ലേറ്റ്, അതായത് എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ട്, ഒരു ആൻറ്റി, പത്മ ആൻറ്റിയുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ആ ഭവനത്തിലേക്ക് പോകുന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും ചായ കിട്ടുന്നു. ഇതിനിടയ്ക്ക് സബ്സ്ക്രൈബേഴ്സ് 748 അവിടെ ചെന്ന് ചില ഡീറ്റെയിൽ വർക്ക്സൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നു. അവിടുന്ന് ആഹാരം ലഭിക്കുന്നു. 8:27 അടുപ്പിച്ച് ഇഡലിയും പിന്നെ സാമ്പാറും, പിന്നെ അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഉഴുന്നുവടയും പരിപ്പുവടയും പായസമൊക്കെ ലഭിക്കുന്നു. താങ്ക്സ് ബി ടു ഗോഡ് ഹൂ ഗീസ് ദ വിക്ടറി ത്രൂ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു അവർ വൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ക്രൈസ്റ്റാണ് സകല ആഹാരത്തെ സൃഷ്ടിച്ചത്, അത് കഴിക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം നമ്മൾ ഓർക്കുക, പിന്നെ ദുരാചാരങ്ങളെയും അതുപോലെ തന്നെ സകല ശോധനയും നല്ല മുറുകപ്പെടും, സകല ദോഷത്തെ മുട്ടകലുവിൻ. സകല ദോഷത്തെയും നമ്മൾ എന്ത് ചെയ്യണം, മുട്ടകലുവിൻ. അതായത് അതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യണം. നല്ല കാര്യങ്ങൾ, വ്യക്തികളെ നമുക്ക് സ്നേഹിക്കണം. ആഹാരത്തെ നമ്മൾ എന്ത് ചെയ്യണം, സ്നേഹത്തോടെ ക്രിസ്തീശൻ നൽകിയ ദാനമാണെന്നുള്ള അർത്ഥത്തിൽ കഴിക്കണം. അവിടെ യാതൊരു പിശാചിൻ്റെയോ വിഗ്രഹങ്ങളുടെയോ ഒരു ബന്ധവുമില്ല. നാമിൻ്റെ അടിമത്തിൽ കൂടി ഇത് ആഹാരം സൃഷ്ടിച്ചത് മനുഷ്യനാണ്, മനസ്സിലാകുന്നുണ്ടോ? അല്ല പിശാചല്ല. ഫോർ ബദൻ യുവൻ കാർഡൻ ലിബർട്ടി. പിന്നീട് മറ്റു ചില വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്നു. പിന്നീട് അതിനുശേഷം ചില വർക്കുകൾ ചെയ്യുന്നു. അത് നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക. പിന്നീട് ഗ്രഹത്തിൽ വന്ന ശേഷം ഉച്ചയടുപ്പിച്ച് തേങ്ങ എന്ത് ചെയ്യുന്നു, തേങ്ങ പൊട്ടിക്കുന്നു, തിരികെ കൊടുക്കുന്നു. 1:10, 1:15. 1:15 അമ്മയും ഒന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ ശേഷം കഞ്ഞി വെച്ചിട്ട് അച്ചാറും ചമ്മന്തിയും കൂടെ ആയിട്ട് നമുക്ക് തരുന്നു. ഇതിനിടയ്ക്ക് പിന്നെ ഇന്നലെ കുട്ടുമോൻ്റെ ആനിവേഴ്സറി ആയതുകൊണ്ട് അതിനുമുമ്പേ ഞാൻ കുറച്ച് ഡയറി വർക്ക്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നു. അതായത് 8-ാം തീയതിയുള്ള ഫെബ്രുവരി 8-ാം തീയതി 2026 ഞായറാഴ്ചയുള്ള ഡയറി വർക്ക്സ് എല്ലാം എന്ത് ചെയ്യുന്നു, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നീട് അതിന് ശേഷമാണ് ആഹാരമൊക്കെ കഴിക്കുന്നത്, ലഞ്ച് കഴിക്കുന്നത്. ലഞ്ച് കഴിച്ച ശേഷം കുറച്ചും കൂടെ എഴുതി എന്ത് ചെയ്യുന്നു, ഡയറി വർക്ക്സായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ കുറച്ചും കൂടെ ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നു. അതായത് ഫെബ്രുവരി മാസം 8-ാം തീയതി 2026 ഞായറാഴ്ചയെ നടന്നതായിട്ടുള്ള ഞായറാഴ്ചയുടെ ഈവൻറ്റ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് ലഞ്ചൊക്കെ കഴിച്ച ശേഷമാണ്. ഫോർ ബദൻ യുവൻ കാൽപൊട്ടി. അതിനുശേഷം പിന്നെ കുളിക്കാനുള്ള ഒരുക്കത്തിലേക്ക് ചില കാര്യങ്ങളൊക്കെ, അതായത് ഒരു ഇന്നർ വെയർ വാഷ് ചെയ്തിട്ട് മേളിൽ വിരിക്കാനായിട്ട് പോയി. ആ സമയത്ത് തന്നെ വലിയ ഹോമിൽ 2 പേർ വന്നിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ ആരോ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ നോക്കിയപ്പോഴാണ് വാസവനും കഠിനംകുളം വസ്തുവിൻ്റെ ബ്രോക്കർ റിലേറ്റഡ് വർക്ക്സ് ആയിരിക്കുന്ന വാസവൻ ബ്രദറും ചേട്ടനും അതുപോലെ തന്നെ ഈ മനുഷ്യനും തുറന്ന് പിന്നെ അവരുടെ ചില നീക്കങ്ങൾ, അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ്, ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുമ്പേ ചില ഡോക്യുമെൻറ്റ്സിൽ സൈൻ ചെയ്യാൻ ഇടയിത്തിരുന്നു. അതിനുശേഷം കുട്ടുമോനെ ആനിവേഴ്സറിക്ക് എത്തിക്കാനുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ടോയ്ലറ്റിൽ പോയി കുളിക്കാനുള്ള സജ്ജീകരണങ്ങൾ നടക്കുന്നു. അതിൻ്റെ സമയമൊക്കെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് അതിനുശേഷം എന്ത് ചെയ്യുന്നു, ആ സമയത്ത് ഇഷ്ടമാത്രം സീരിയലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റേ വില്ലനിസം, അതിനെയൊക്കെ നമ്മൾ എതിർക്കപ്പെടേണ്ടതാണ്. പിന്നീട് കുട്ടുമോനെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി അവിടെ എത്തുന്നു. 2:48 കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് കുട്ടുവിന് എന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് പിക്കപ്പ് ചെയ്യുന്നു. പിന്നീട് അതിനുശേഷം സ്കൂളിലെത്തുന്നു. കുറച്ച് നേരം അവിടെ ഇൻട്രാക്ട് ചെയ്യുന്നു. അവിടെ ഒത്തിരി പരിപാടികൾ നടക്കുന്നു.
ഇതിന് ശേഷം ഇതിന് കുട്ടുവിനോട് ആക്കിയതിന് ശേഷം തന്നെ കണ്ണൻ ബേക്കറി പോയി 2 ബട്ടർ ബന്ന് കഴിക്കുന്നു. 24 രൂപയാണ്. 3.30 അടുപ്പിച്ച് പേ ചെയ്യുന്നു. പിന്നീട് അതിനുശേഷം കോംപ്ലാൻ മേടിക്കുന്നു. S&S സൺസിൽ നിന്ന് തിരുമല 3.32. കോംപ്ലാൻ എനിക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ്. വീണ്ടും സൗന്ദര്യ സ്കൂളിൽ വരുന്നതിന് മുമ്പ് എയർ ഒന്നും കൂടെ ചെക്ക് ചെയ്യുന്നു. ബാക്കിലും ഫ്രണ്ടിലും എയർ എന്ത് ചെയ്യുന്നു, ബാക്കിൽ 40, ഫ്രണ്ടിൽ 28 ഈ പയ്യനാണ് അടിച്ചു തന്നത്. പിന്നീട് അതിനുശേഷം സമുദ്ര സ്കൂളിലെത്തുന്നു. അവിടെ ഫുഡ് മേളകളൊക്കെ തുടങ്ങുന്നു. കുട്ടുമനെ മാക്സിമം സഹായിക്കുന്നു. അവന് വേണ്ടുന്ന ഐറ്റംസ് എല്ലാം മേടിച്ചു കൊടുക്കുന്നു. ആനുവൽ ഡേ ആണ്. ഐസ്ക്രീമൊക്കെ അവൻ കഴിക്കാൻ നോക്കും. ആദ്യം മാനില, പിന്നീട് ചോക്ലേറ്റിന് 50. അതുകൊണ്ട് ബിസിനസ് തന്ത്രങ്ങളൊക്കെ കൊള്ളാം. കുട്ടുമൻ്റെ താടിയാണത്. പിന്നെ സ്ട്രോബെറി, അതിൻ്റെയും അതും അവൻ ഭക്ഷിക്കുന്നു. അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ടുള്ള ഭക്ഷണമായിരിക്കുന്നത്. ചായ കുടിച്ച് തൊണ്ട ഫ്രീ ആക്കുന്നു. ഇതിനിടയ്ക്ക് അവിടെ റിഹേഴ്സൽ നടക്കുന്നു. 7ാം ക്ലാസ്സിലെ കുട്ടികളുടെ. ഞാൻ 13 ബേസുള്ള ഞാൻ നിങ്ങളെ സ്നേഹിച്ചോളാം, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. ലോർഡ് സപ്പർ എന്നുള്ള വിഷയമായിരുന്നു അതിൻ്റെ ഇതിവൃത്തം. എൻ്റെ മോനും ശിഷ്യൻ എന്നുള്ള അർത്ഥത്തിൽ എൻ്റെ അഭിനയിക്കാൻ ഭാഗവാക്ക് ആയിട്ട് അഭിനയിക്കാനുള്ള അവസരം കിട്ടി. അതൊക്കെ റെക്കോർഡ് ചെയ്യുന്നു. എൻ്റെ സമയമെല്ലാം മേളിൽ കൊടുത്തിട്ടുണ്ട്. 8:14 അടുപ്പിച്ച്. തുടർന്ന് അതെല്ലാം കഴിയുന്നു. കുറച്ചു നേരം പിന്നെ അവൻ്റെ ആനുവൽ ഡേയോട് അനുബന്ധിച്ച് അവൻ്റെ അമ്മ ആനിമോള്, പിന്നെ വിജിതയുടെ ലീലക്കുഞ്ഞമ്മ, അവരുടെ ഹസ്ബൻഡ് അതായത് സുരേന്ദ്രൻ അങ്കിള്, പിന്നെ അതുപോലെ തന്നെ വിജിതയുടെ നാത്തൂനായിരിക്കുന്ന അതായത് ബ്രദറിൻ്റെ വൈഫായിരിക്കുന്ന ലീന, പിന്നെ കുട്ടുമോൻ്റെ കസിൻ അതായത് യോഹാൻ മകനൊക്കെ അവിടെ വന്നിരുന്നു. ഇതിനിടയ്ക്ക് കുട്ടുവിന് 1 സെറ്റ് ബറോട്ടയും ചിക്കനും കൂടെ വാങ്ങിക്കൊടുക്കുന്നു. അവനത് കഴിക്കുന്നു. അതിൻ്റെ അവസാനത്തെ അംശം ആരും വേസ്റ്റ് ചെയ്യണമെന്നുള്ളത് ഞാൻ കുറച്ച് കഴിക്കുന്നു. സമയം ഇവിടെ രേഖപ്പെടുത്തുന്നു. വാട്ടർ മെലോൺ കുട്ടുവിന് കൊടുക്കാൻ്റെ കൊണ്ട് ക്രിസ്ത്യസ് സഹായിക്കുന്നു. അതിനൊന്നിന് 40 രൂപയാണ്. അവിടെ ബിസിനസ് തന്ത്രം നോക്കും. നാം ഇനി അടിമത്തിൽ കൂടി പോരുത്. പിന്നീട് ആ സ്കൂളിൽ തന്നെ ഒരു പയ്യൻ ശ്രീരാഗമോ എന്നുള്ള പാട്ട് നന്നായിട്ട് പാടുന്നു. അപ്പോൾ അതിനെ നോക്കുകയാണെങ്കിൽ പാരഡി സോങ്ങാക്കി പാടാനും കഴിയും. ആ കുഞ്ഞിന് കഴിവ് കൊടുത്തിരിക്കുന്ന ക്രിസ്യേശു എത്രമാത്രം ഗ്രേറ്റാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം. കുട്ടുമൻ വച്ചിരുന്നുള്ള വിഗ്ഗാണിത്. ടീച്ചർ കട്ട് ചെയ്ത് കൊടുത്ത മുടി വെച്ചായിരിക്കണം താടി പോലത്തെ ഈ ഒരു വിഗ് ഇവിടെ ഫോം ചെയ്ത് താടി ഭാഗത്ത്, ആ കുട്ടുമൻ കൈ വെച്ചിരിക്കുന്ന ആ താടി ഭാഗത്ത്. അമിയദാസിൻ്റെ ചില വീഡിയോയിൽ കൂടെ ജസ്റ്റ് ഒന്ന് കടന്നു വന്നു. ഇതാ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ആനിമോള്. ഇടത്തുനിന്ന് വലത്തോട്ട് ആനിമോള്, വിജിത, പിന്നെ അതുപോലെ തന്നെ യോഹാൻ, ലീന, അതുപോലെ തന്നെ എൻ്റെ മകൻ, പിന്നെ അതുപോലെ തന്നെ ലീലക്കുഞ്ഞുമെല്ലാം ഇവിടെ ഉണ്ടാവുന്നു. ലീലക്കുഞ്ഞുമെല്ലാം ഇവിടെ എന്ത് ചെയ്യുന്നു, ഫോട്ടോയ്ക്കായിട്ട് അവിടെ പോസ്റ്റ് ചെയ്തിരുന്നു എന്നർത്ഥം. പിന്നീട് അതിനുശേഷം അവരവിടെ തന്നെ സ്കൂളിൽ കണ്ടിന്യൂ ചെയ്തപ്പോൾ ഞാൻ അവരോട് യാത്ര പറഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് കഴിഞ്ഞല്ലേ വരുള്ളൂ, ഞാനിത് ഇറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. ഈ അമ്മയുടെ ഇതൊക്കെ കഴിഞ്ഞ ശേഷം വീട്ടിലെത്തി അമ്മയുടെ വിശേഷങ്ങൾ പറയുന്നു. ഒമ്പത് 30 മറ്റേ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തത്. അതിനുശേഷം സപ്പർ കഴിക്കുന്നു. റൈസ് പ്ലസ് പയർ എരിശ്ശേരി പ്ലസ് ഒരു നാടൻ മുട്ട പൊരിച്ച് കഴിക്കുന്നു. വെള്ളം കൂടെ ചേർത്ത് കഴിക്കുന്നു. എന്നിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് ചൂടുവെള്ളത്തിൽ അല്പം മഞ്ഞൾ മിക്സ് ചെയ്തിട്ട് അതൊരു ഔഷധം പോലെ കഴിക്കുന്നു. ചൂടുവെള്ളം ഫ്ലാസ്കിലെടുത്തിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു വെളുപ്പാങ്കാലത്ത് കുടിക്കാൻ വേണ്ടി. ഇന്ന് രാവിലെ 4:12 അടുപ്പിച്ച് കഴിക്കാൻ കഴിയുന്നു ഡ്യൂ ടു കഫ് ആൻഡ് വീസിങ് പ്രോബ്ലംസ്. അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി നല്ല ഫ്രഷ് എയർ ശ്വസിക്കാനൊക്കെ കൊണ്ട് ഇടയിൽ തരുന്നു. കൊതുക് പോലെ നെറ്റുള്ളതുകൊണ്ട് അത് അടച്ചിടുന്നു. അതുകൊണ്ട് തന്നെ കൊതുക് കയറുന്നില്ല. പക്ഷേ പുറത്തുള്ള ഓപ്പൺ എയർ ശ്വസിക്കാൻ ഇടയിൽ തരുന്നു. തുറന്ന് ഈ പറയപ്പെട്ട യോഹന്നാൻ 11:19 തൊട്ട് 27 വരെയുള്ള ഭാഗങ്ങൾ വായിക്കുന്നു. ചന്ദ്രൻ
കൃഷ്ണപക്ഷത്താണ് തോന്നുന്നത്. അതായത് ഫുൾ മൂൺ ഡേയിൽ നിന്ന് നോ മൂണിലേക്കുള്ള സഞ്ചാരമാണ്. മർക്കോസ് 5 വായിക്കുന്നു 7:33. മർക്കോസ് 5 വായിക്കുന്നു. അതായത് ടുഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 11. മർക്കോസ് 5 വായിക്കുന്നു 7:33. തുടർന്ന് വലിയുള്ള ഹോമിൽ നിന്നും അമ്മയുടെ തലേദിവസത്തെ നിർദ്ദേശപ്രകാരം അമ്മ ഏൽപ്പിച്ച കുറച്ച് മണിയുമായിട്ട് ബിന്ദുക്കുഞ്ഞുമേരെ ഭവനത്തിൽ എത്തിച്ചേരുന്നു. അവിടെ നിന്ന് പത്രം കുറച്ച് വായിക്കുന്നു, കേരളത്തിൽ പത്രം കുറച്ച് വായിക്കുന്നു. ആ മണി ബിന്ദുക്കുഞ്ഞു ഏൽപ്പിക്കുന്നു. വീട്ടിലെത്തി എന്ത് ചെയ്യുന്നു? ചായ കുടിക്കുന്നു. ആ സമയത്ത് അമ്മ മറ്റൊരാളോട് ഫോണോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. തുടർന്ന് ചായ കുടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കുണ്ടാങ്കടവ് ബി ഏരിയയിലേക്ക് ഇതാ നടന്നു വന്നു. ഈ കാര്യങ്ങളൊക്കെ സ്ക്രീൻ റെക്കോർഡിങ് ചെയ്യും. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നാലെ ചിന്തിക്കാം. എന്തായാലും ഭാരപ്പെടാതിരിക്കുക. നാം ഇനി അടിമത്തിൽ കൂടി പോരുത്.